ഹലോ, ഒരു ചെറിയ മെസ്സേജ് നിങ്ങളുമായിട്ട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൗണിലാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാലേ ഞാനിപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററെ കണ്ടു, ഞങ്ങളുടെ അഭിഷിക്തനെ ഇപ്പം ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ വന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. സത്യം പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണത്തിൽ നിൽക്കുന്ന സമയമാണ്. മീൻസ് നമ്മൾ അടുത്ത് തന്നെ ചെയ്യണം, വീട്ടിലോട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യണം. അതിനൊക്കെ വേണ്ടി നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പാസ്റ്ററിനെ പെട്ടെന്ന് കണ്ടത്. ഞങ്ങളുടെ പാസ്റ്ററിനെ അദ്ദേഹം വന്ന് വണ്ടി നിർത്തി ജസ്റ്റ് 2 മിനിറ്റ് സംസാരിച്ച് കാര്യങ്ങൾ തിരക്കി ആൾ പോയി. അപ്പോഴെനിക്കുണ്ടായൊരു ചിന്തയാണ്, സത്യത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും ഏറെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ, ഏതെങ്കിലും ഏറെ നമ്മളൊരു ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ടയേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ദൈവ മനുഷ്യനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബലം, അതൊരു വലുതാണ്. ദൈവവുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ, പ്രാർത്ഥനയിൽ ദൈവത്തിനോട് കൂടെ ഇരിക്കുന്ന ദൈവജനത്തെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ ലൈഫിൽ ഡ്രെയിനായി പോയ ആ ഒരു സ്പിരിച്വൽ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു ആത്മീകാനുഭവം നമുക്കുണ്ടാകാറുണ്ട്. നിങ്ങൾക്കങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻ്റ് ഇട്ട് അത് ഷെയർ ചെയ്യണം. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള കണ്ടുമുട്ടലുകൾക്ക് ദൈവം വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. തൻ്റെ വീട്ടിലെ കഴുതയെ കാണാതെ പോയ ശൗലിൻ്റെ മുമ്പിൽ ശമൂവേലുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അവൻ്റെ ലൈഫ് തിരിയുക എന്ന് പറഞ്ഞതുപോലെ, ചില ദൈവമനുഷ്യരുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ്, കണ്ടുമുട്ടലുകൾ നമ്മുടെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ലൈഫിനെ വീണ്ടും ഒരു പുതിയ ഉണർവ്, പുതിയൊരു ആത്മിക ഉണർവ്, ഉത്തേജനം അത് തരുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ വളരെ തളർന്നാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളേതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണോ ഇരിക്കുന്നത്, നിങ്ങളുടെ പാസ്റ്ററിനെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീകമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. ദൈവത്താൽ അങ്ങനെയുള്ള ചില കണ്ടുമുട്ടലുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ആത്മാവ് ഫീൽ ചെയ്യും, നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇനിയും ചിലത് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് ഒരു ബോധ്യം ആ ചില കണ്ടുമുട്ടലുകൾക്ക് വഴി തുറക്കും. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.